പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് ഇപ്പോൾ അന്നത്തെ SHO പ്രതാപചന്ദ്രന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ആ വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ നിതിൻ അംബുജനും ഷഫീദ് റാവുത്തറുമാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. നിതിൻ, പറയൂ. പ്രതിന് ഈ സംഭവം നടന്ന്, അതായത് ദൃശ്യങ്ങൾ പുറത്തു വന്ന് മണിക്കൂറുകൾക്കും തന്നെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തിരിക്കുകയാണ്. അതിനായി ഈ കുടുംബത്തിന് ഏതാണ്ട് 1 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. ആ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ദൃശ്യം പുറത്തു വന്നതും ദൃശ്യം അവരുടെ പക്കൽ ലഭിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇത് പുറത്തുവിടുകയും ചെയ്തത്. അതിനൊടുവിലായി ഇപ്പോൾ പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങേയറ്റ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. കാരണം കൈക്കുഞ്ഞുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവതിയാണ്. യുവതി അവിടുത്തെ ആ സമയത്ത് ഒരു വൈകാരികമായ ഒരു പരിസരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭർത്താവിനെ വിട്ടു നൽകണം എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, അതായത് ഈ ഭർത്താവ് നേരത്തെ തന്നെ അവിടെ ഒരു പോലീസിന്റെ ഒരു പ്രതികളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നാണ് ഈ ഭർത്താവിനെതിരെ പോലീസ് ഉന്നയിക്കുന്ന ആരോപണം. അതിനുശേഷമാണ് ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് ഈ സംഭവമെല്ലാം നടക്കുന്നതും. ആദ്യം പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം വന്നെങ്കിലും പിന്നീട് പോലീസ് ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ആ 4 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യത്തിൽ പോലീസ് ചില ന്യായങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. യുവതി ബഹളം വെച്ചു, അതിനുശേഷം കൈക്കുഞ്ഞുങ്ങളെ താഴെ എറിയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്തരം വാദങ്ങളാണ് പോലീസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെല്ലാം അപ്പുറം ഒരു കൈക്കുഞ്ഞുമായി എത്തിയ ഒരു യുവതിയെ പോലീസ് മർദ്ദിക്കുകയാണ്, മുഖത്തടിക്കുകയാണ് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം വളരെ ഗൗരവത്തിലും അതോടൊപ്പം തന്നെ വലിയ വിവാദവുമാകുന്ന പശ്ചാത്തലമുണ്ടായത്. പിന്നീട് ഉടൻ തന്നെ ഇതിൽ പോലീസ് മേധാവി നടപടിയെടുക്കുകയാണ് ചെയ്തത്. എന്തായാലും ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് ഇപ്പോൾ പ്രധാനമന്ത്രി സസ്പെൻഷൻ നേരിട്ടു, പക്ഷേ അതിനപ്പുറമുള്ള നടപടിയിലേക്ക്, അതായത് നിയമപരമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കാരണം ഒരു ഗർഭിണിയായ സ്ത്രീയാണ് മർദ്ദിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നത്. അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ചില ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിച്ചെങ്കിൽ പോലും പക്ഷേ അതിൽ കൃത്യമായ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ തെളിവായി അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ പുറത്തുള്ള ദൃശ്യം വലിയ തെളിവായി തന്നെ അവർ കണ്ടുകൊണ്ട് നിയമ നടപടി ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു മർദ്ദനമേറ്റ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം വലിയ ഗൗരവത്തിലും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. അതിന് പിന്നാലെയാണ് മണിക്കൂറുകൾക്കകം പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഓഫീസ് ഈ വിഷയത്തിൽ ദ്രുതഗതിയിൽ തന്നെ ഇടപെട്ടു. പക്ഷേ അതിനെല്ലാം അപ്പുറം ഉയർന്ന ചോദ്യം, കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തും ഇങ്ങനത്തെ മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ദൃശ്യം സഹിതം പുറത്തു വന്നിരുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി തന്നെ ഇതിനെ കണക്കാക്കാം. ഇതോടുകൂടി അവസാനിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു കൃത്യമായ നടപടി എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. പ്രത്യേകിച്ചും ഈ ദൃശ്യം പുറത്തു വന്ന് മണിക്കൂറുകൾക്കും തന്നെയാണ് പോലീസിന് ഇപ്പോൾ ഈ നടപടി എടുക്കേണ്ടി വന്നത്. പ്രത്യേകിച്ചും ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്താണ് പോലീസ് അടിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന് ആഭ്യന്തര വകുപ്പിന് ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടി വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.